നമസ്കാരം. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് മത്സ്യബന്ധനത്തിനിറങ്ങിയ തൊഴിലാളികൾക്ക് കപ്പൽ തകർന്ന് കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകൾ തിരിച്ചടിയാകുന്നു. ഇന്ന് അഴീക്കലിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ സീപ്പേൾ എന്ന വള്ളത്തിന്റെ വല കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നർ ഭാഗങ്ങളിൽ കുടുങ്ങി നശിച്ചു. 5 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചതായിട്ടാണ് മലയാളികൾ പറയുന്നത്. ഞാൻ ഈ സീപ്പേൾ വള്ളത്തിന്റെ ഓണറാണ്. എന്റെ പേര് ഷിബു എന്നാണ്. ഞങ്ങൾ ഈ 9/1 നോർത്തിലാണ് കോരിയത്, വലയടിച്ചത്. അതൊരു 12.5 ഭാഗം വെള്ളം കാണും, വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കപ്പലിന്റെ അകത്തുനിന്ന് ഇറങ്ങി വന്ന ഈ വെളിയിൽ പോയ കണ്ടെയ്നർ വഴി ഇവിടെ അവിടെ ഇങ്ങോട്ട് കിടക്കുന്ന കാരണം വളരെ ബുദ്ധിമുട്ടാണ്. ഈ വലയ്ക്കകത്ത് കയറി വന്ന് കണ്ടെയ്നർ വെയിറ്റ് കൊണ്ട് വലയെല്ലാം കൂടെ താഴെ പോയി, അങ്ങനെ വലയെല്ലാം കീറി നശിച്ച് ഒരു നല്ലൊരു തുക അതിന്റെ പേരിലുള്ള നാശനഷ്ടം ഉണ്ട്. എന്നുവെച്ചാൽ 10-35 കുടുംബങ്ങളും ജീവിച്ചു പോകുന്നതാണ് ഇതിന്റെ ഇതുമായിട്ട് പോയി. അങ്ങനെയാണ് സംഭവം. ഈ കണ്ടെയ്നർ കപ്പൽ താന്നതിന് ശേഷം ഈ മത്സ്യബന്ധനത്തിന് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ നഷ്ടങ്ങളാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടെയെന്നാ നിങ്ങൾ പോയത്? ഞങ്ങള് നമ്മുടെ നീണ്ടകരയുടെ പടിഞ്ഞാറ് വശം കൂടെ വന്നാണ് ഞങ്ങൾ വന്നത്. ഇത് 9 നോർത്ത് എന്ന് പറയുന്നത് വിളനാതുരുത്ത് പോലെയൊക്കെ വരും, വിളനാതുരുത്ത് പോലെ ആ ഭാഗത്ത് വെച്ചാണ് ഇത് അടിച്ചത്. ഈ അപകടം സംഭവിക്കുന്നത്. വലയെല്ലാം പൂർണ്ണ ഏകദേശം കുറെ പോയി. ഞങ്ങള് അഴീക്കലുള്ള വള്ളമാണ്, അഴീക്കൽ. എത്ര ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്? ഏകദേശം ഒരു 4-5 ലക്ഷം രൂപയുടെയെങ്കിലും നഷ്ടം വരും. കുറെ വലകളും കാര്യങ്ങളും പോയി. പിന്നെ ഇത് ശരിയാക്കി എടുക്കണമെങ്കിൽ ഒരു 10 ദിവസത്തിന്റെ മേളിലെങ്കിലും എടുക്കും. അപ്പൊ അതിനുള്ള ചാർജ് അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോൾ 4-5 ലക്ഷം രൂപയുടെ മുകളിലുള്ള ജോലിക്ക് പോകാനും പറ്റത്തില്ല, അത്രയും ദിവസം പണിക്ക് പോകാനും പറ്റത്തില്ല. ഇപ്പം നല്ല മീനുള്ള സമയമല്ലേ? ഇപ്പൊ സീസൺ പണിയാണ്. കുറച്ച് പണിയൊക്കെ കിട്ടേണ്ട സമയമാണ് ഇപ്പൊ. ഈ വലയിൽ ഇപ്പം കുരുങ്ങുന്ന ആദ്യമായിട്ടാണോ ഈ സീസണില്? എങ്ങനെ കേട്ടില്ല? ഇപ്പൊ ഈ വേറെ വള്ളത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒട്ടുമിക്ക വള്ളങ്ങളിലും ഈ ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊരു പരിഹാരം എന്ത് ചെയ്യാൻ പറ്റും? ഇത് എങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റും ഈ കണ്ടെയ്നർ ഇത് ഒഴുകി നടക്കുന്നതാണ്. ഇതൊക്കെ എവിടെയെങ്കിലും കുറെ നേരെ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്ലോ ആയി നിൽക്കും. അങ്ങനെ നമ്മൾ ഈ വലയടിക്കുന്ന നമ്മുടെ കയ്യിൽ മിക്ക ഉടക്ക് നമ്പറുകൾ ഉള്ളതാണ് നമ്മുടെ കയ്യിൽ. ഇപ്പൊ ഇത് പുതിയതായിട്ടുള്ള വന്ന കാര്യമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഉടക്ക് നമ്പറുകളില്ല. ഇതിന്റെ ഇതൊക്കെ ആണെങ്കിൽ ഉടക്ക് നമ്പർ ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ആ നമ്പർ അനുസരിച്ചൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യത്തുള്ളൂ. ഉടക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഉടക്കെന്ന് പിന്നെ കല്ല്, ബോട്ട് താന്നിരിക്കുന്നത്, മറ്റുള്ള വള്ളങ്ങളിലൊക്കെ പിടിക്കുമ്പോൾ അത് നമ്പർ നമ്മൾ നോട്ട് ചെയ്യും. പിന്നെ നമ്മൾ അവിടെ വലയടിക്കാറില്ല. ആ പൊസിഷനിൽ ചെല്ലുമ്പോൾ വലയടിക്കത്തില്ല. ഇതിപ്പോ അപ്രതീക്ഷിതമായി കപ്പല് ആണിപ്പോ ഒഴുകി വന്ന കണ്ടെയ്നറുകളാണ് ഇപ്പൊ മിക്ക ദിവസവും ഈ വള്ളക്കാരുടെ ഈ വല കീറി പോവുകയാണ്. നാശനഷ്ടമാണ്. രാവിലെ എത്ര മണിയോടെ ഈ സംഭവം നടക്കുന്നത്? ഞങ്ങളില് ഇപ്പൊ ഒരു മണിക്കൂറായി കാണത്തുള്ളൂ. ഞങ്ങള് വലയും വലിച്ചെടുത്ത് കീറിക്കള്ളതുകൊണ്ട് ഞങ്ങള് കരക്കോട്ട് പോവുക, വല റിപ്പയറിംഗിന് വേണ്ടി പോവുക. പൈസ കണ്ടെത്തണം ഇതിന്റെ. സ്ഥിരമായി പാറകളും മുങ്ങിയ ബോട്ടുകളുമുള്ള സ്ഥലങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകം മാർക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നതിനാൽ മാർക്ക് ചെയ്തിട്ടും ഫലമില്ല. വായ്പയെടുത്തും മറ്റുമാണ് വള്ളങ്ങൾ കടലിൽ ഇറക്കുന്നത്. ഇത് വലിയ ബാധ്യതയാകുന്നുണ്ടെന്ന് വള്ളമുടമസ്ഥർ പറയുന്നു. ഇതാ നമ്മള് പണിക്ക് പോയി കോരിയതാ. നോർമലി മീൻ കാണുന്നിടത്താണല്ലോ വല കോരുന്നത്. ഈ പറയുന്ന നമ്മുടെ ഈ ഞങ്ങളൊക്കെ പോകുന്ന പണിക്ക് പോകുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ കൊല്ലം കോടി തൊട്ട് ഈ പറയുന്ന തോട്ടപ്പള്ളിക്ക് ഇടയ്ക്കുള്ള സ്ഥലത്താണ് നമ്മൾ നോർമലി ഉള്ള മത്സ്യബന്ധനം 300 ദിവസം നടക്കും. 65 ദിവസമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നു. അപ്പൊ ഈ അതായത് കൊല്ലം തൊട്ട് ഈ പറയുന്ന തോട്ടപ്പള്ളി വരെയുള്ള ഞങ്ങൾ പോകുന്ന പ്രദേശത്തുള്ള ഉടക്കുകളും മറ്റ് പ്രശ്നങ്ങളൊക്കെ നമ്മൾ GPS-ന്റെ സഹായത്തോടെ നമ്പർ ഇട്ട് നമ്മുടെ ഒക്കെ വള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉടക്കുള്ളടുത്ത് നമ്മൾ വല കോരാറില്ല. ഇതെന്ന് പറയുന്നത് എല്ലാ മുങ്ങി താന്ന് കിടക്കുന്ന കണ്ടെയ്നർ ഒരു പൊസിഷനിൽ തന്നെ അല്ല കിടക്കുന്നത്. വെള്ളത്തിന്റെ ഒരു നീരുമാറ്റം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് താഴെ കൂടെ മാറും. നമ്മൾ മീൻ കാണുന്നിടത്ത് കൊണ്ട് കോരി കഴിയുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ന് കണ്ടെയ്നർ തട്ടി അത് മേളിൽ വരെ പൊങ്ങി വന്നതാ. കുറച്ച് പീസ് കിട്ടി, കുറച്ച് പീസ് താഴെ പോയി. വല നമ്മുടെ കടവിൽ കൊണ്ടുവന്നതാ. ഞങ്ങളെല്ലാം കൂടെ വല ഇറക്കാനായിട്ട് നിൽക്കുന്നു. ഇത് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ നമ്മൾ ഇന്ന് കോരിയ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ GPS-ൽ നമ്മൾ നമ്പർ അടിച്ചിരുന്നു. പക്ഷെ നേരെ കുറിച്ച് നാളെയും മറ്റന്നാളും അവിടെ നിന്ന് ജസ്റ്റ് ഫ്ലോട്ട് ചെയ്ത് മാറുക. മനസ്സിലായി? അവിടെ കിടക്കുന്നില്ല. ഇതൊരു വലിയ പ്രശ്നം കേട്ടോ. ഇപ്പൊ നമ്മുടെ ഈ കടവെന്ന് പറയുന്നത് ഒരു 10 വള്ളങ്ങളുടെ വല ഇറക്കി പണിയെടുക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഇപ്പൊ ഒരു വള്ളത്തിനും വല ഇറക്കാൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാ ദിവസവും 1-2 വള്ളങ്ങൾ വരും. ഇത് നമ്മുടെയൊക്കെ ജീവിതം എന്ത് ചെയ്യണമെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. എന്ത് ചെയ്തിട്ട് ഇതിനകത്തൊക്കെ ഒരു പരിഹാരം എന്തോ വലിയ നഷ്ടമാണ്.
അയ്യോ ചേട്ടാ, ഇപ്പൊ ഈ നമ്മുടെ വെള്ളത്തിന്റെ മൂന്നാമത്തെ പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം നമുക്ക് കുറെ പോയി, അത് നമ്മൾ പരിഹരിച്ചു. ഇത് പോയെന്ന് നമ്മൾ ഇവിടെ കെട്ടിയിട്ടാ നമ്മുടെ പ്രശ്നങ്ങൾ തീരത്തില്ലല്ലോ, വീണ്ടും കടം മേടിച്ച് തെള്ളി. രണ്ടാമത്തെ പ്രാവശ്യം കീറി വന്നു, അത് നമുക്ക് പണിക്കൂലിയ ചെലവായിരുന്നു. ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം കൊണ്ട് തന്നെ നമ്മുടെ ഒന്നല്ല, ഇവിടുത്തെ വെള്ളം തെള്ളുന്ന എല്ലാവരും. ഇതിപ്പോ നമ്മൾ ഇനി എങ്ങനെങ്കിലും ഈ 10,000-2,000 കിലോ അല്ലെ 1,500 കിലോ വലയും മേടിച്ച് ഇത് റെഡിയാക്കിയിട്ട് വീണ്ടും നമ്മൾ തെള്ളും. നാളെയും ചെന്ന് കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു സ്വസ്ഥതയില്ല. ഇതെല്ലാം നമ്മുടെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കട്ടെ. ഒരു ആരോട് ഇത് പറയും, എങ്ങനെ ഒരു പരിഹാരമാണെന്ന് നമുക്ക് പോലും ഒരു ഐഡിയ ഇല്ല. എന്താ പറയുന്നത്, അവരെന്തെങ്കിലും കോസ്റ്റൽ അവരെന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാനിപ്പോ നമ്മുടെ നിലവിൽ നമ്മൾ ഈ ഗവൺമെന്റിന്റെ സംഘത്തിൽ നിന്നാണ് നമ്മൾ ലോൺ എടുത്ത് വെള്ളമൊക്കെ വെച്ചിരിക്കുന്നത്. അത് നമുക്കൊക്കെ 1 കോടി രൂപ ചെലവായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊരു 40 ലക്ഷമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്, ഈ സംഘത്തിൽ നിന്നൊക്കെ ഗവൺമെന്റിന്റെ. പോയിട്ട് വരുന്ന 60 ലക്ഷം രൂപ നമ്മൾ പുറത്തുനിന്നാണ് കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടെത്തി പണിക്ക് പോയി കിട്ടുമ്പോഴാണ് ഇത് കൊടുത്തു തീർക്കണ്ട. ഈ പണിക്ക് പോകുന്ന സമയത്ത് വീണ്ടും വീണ്ടും നമ്മൾ ഇതിനകത്ത് 5-10 ലക്ഷം രൂപ ചെലവാക്കുമല്ലേ, വീണ്ടും വീണ്ടും ഒരു കാലത്തും തീരത്തില്ല. ആകെ ഒരു വർഷത്തിൽ നമുക്ക് ഒരു പ്രതീക്ഷയുള്ള മാസം എന്ന് പറയുന്നത് ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസമാണ്. ആ 4 മാസത്തിലാണ് നമുക്ക് ഈ പറയുന്ന ഒരു കൊല്ലം ജീവിക്കാനുള്ളത് കിട്ടേണ്ടത്. അതുമില്ല, ഇതുമില്ല.